ചാക്കോച്ച എന്തോ നമുക്കിനി ഒന്ന് രണ്ട് കാര്യം കൂടെ അറിയാനുണ്ട്. ശരി. അപ്പോൾ ആ അക്കാഡമിക് കോഴ്സ് കഴിയുന്നു, അനിയത്തി പ്രാവിലേക്ക് വരുന്നു, ആദ്യത്തെ സിനിമ അഭിനയിക്കുന്നു. സിനിമ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് എന്താ വിചാരിച്ചു? ഈ സിനിമ മിക്കവാറും പൊട്ടും, അത് കഴിഞ്ഞിട്ട് നമ്മൾ സിനിമ വിജയിക്കുന്നു വിചാരിച്ചോ? ഞാൻ പൊട്ടും, നമ്മൾ വികർ ഔട്ട് ആവും എന്നായിരുന്നു നമ്മുടെ ചിന്ത. ചരിത്രം തിരിച്ചായി. അപ്പോൾ ഈ ആ ഇടക്കാലം ഉണ്ടല്ലോ, തിയേറ്ററിലേക്ക് വരുന്ന സമയത്ത് സിനിമ വിജയിക്കും, പക്ഷേ നമ്മൾ പുറത്താവും എന്നുള്ള. അപ്പോൾ അങ്ങനെയാണ് ഏത് വഴിക്ക് പോകാനായിരുന്നു ആലോചന? പഠനം തുടരാനാണോ? അല്ല, ആ സമയത്ത് വിവാഹം കഴിച്ചു. അതിന് പോലെ ചുറ്റിക്കളി വല്ലതും ഉണ്ടായിരുന്നോ? ചുറ്റിക്കളിച്ചാളെ അകലം കഴിച്ചതല്ലേ? അതെ, അതാണ് പറ്റിപ്പോയത്. ഓക്കെ. അപ്പോൾ എനിക്കൊന്നും അതൊരു ഒരു ചെറിയ പ്രായത്തിലായിരുന്നു തുടങ്ങിയില്ലേ കൊച്ചൻ? അതെ, 8 കൊല്ലത്തോളം പ്രണയിച്ചു തുടങ്ങിയത്. എന്റെ പുള്ളിക്കാരുടെ 17ാമത്തെ വയസ്സിൽ തുടങ്ങി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന കണക്കൊരു കെട്ടിയത് വേറെ കേസ് വന്നില്ല അല്ലേ? ഓക്കെ, ഇന്നത്തെ കാലത്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പടം വിജയിച്ചു, സൂപ്പർ ഹിറ്റായി കഴിഞ്ഞ് ചാക്കോച്ചന്റെ എല്ലാ തീരുമാനങ്ങളും മാറി മറിയുന്നു. പിന്നീട് എന്താ ഉണ്ടായത്? പിന്നീട് ചരിത്രമാണ് ഉണ്ടായത്. കാരണം ഒരു ഇൻഡസ്ട്രിയൽ ഹിറ്റായിട്ട് അനിയത്തി പ്രാവ് മാറുന്നു. സുധിയും മിനിയും ഒരു എന്താ പറയുക, ഇപ്പോഴും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കഥാപാത്രങ്ങളായിട്ട് തുടരുന്നു എന്ന് പറയുമ്പോൾ അത് സോ ബ്ലെസ്ഡ്. അതെ, തീർച്ചയായിട്ടും. അപ്പം ശരിക്കും ഇന്ന് ഇറങ്ങുന്ന ദുരൂഹ സാഹചര്യത്തിൽ എന്ന സിനിമയിൽ പോലും അനിയത്തി പ്രാവിന്റെ ഒരു റെഫറൻസ് ഉണ്ട്. ഇതിൽ എന്റെ കഥാപാത്രത്തിന്റെ പേര് സേതു എന്നാണ്, അനിയത്തി പ്രാവിലെ സുധി. ഇതിൽ നായികയുടെ പേര് മിനി എന്നാണ്, അനിയത്തി പ്രാവിലെ മിനി. ഞങ്ങൾ രണ്ടുപേരും സഞ്ചരിക്കുന്ന ഒരു സ്പ്ലെൻഡറിലാണ്, ഹീറോ ഹോണ്ട സ്പ്ലെൻഡർ. അനിയത്തി പ്രാവിലെ അത് തന്നെ. അപ്പൊ അതിന്റെ ഒരു രസകരമായ ഈ സിനിമയിലും ഉണ്ടെന്നുള്ളതാണ്. ചാക്കോച്ചനെ ലൊക്കേറ്റ് ചെയ്ത പാച്ചിക്കട ഭാര്യ ഉണ്ടല്ലോ, ഭാര്യ ഈ പടം ഇറങ്ങിയതിനു ശേഷം ചാക്കോച്ചൻ കണ്ടപ്പോ എന്തോ പറഞ്ഞു? ചാക്കോച്ചനെ കണ്ടപ്പോ എന്താ പറയുക? കാര്യം ആ ഒരു പ്രഡിക്ഷൻ കറക്റ്റായി വന്നല്ലോ. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. കാരണം ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഇന്നും ഞങ്ങൾ ഒരുമിച്ച് ഒരേ ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്, ഒരേ അപ്പാർട്ട്മെന്റിൽ. കൊച്ചിയിൽ നെയ്ബേഴ്സ് ആണ് ഞങ്ങൾ. റോസിന്റെ ഒക്കെ അവിടെ തന്നെയാണ് ഉള്ളത്. ഓ, അത് ശരി. അപ്പൊ അവരെ ഇങ്ങനെ എല്ലാ ദിവസവും കാണാനുള്ള ഭാഗ്യം സ്ട്രോങ് ആയിട്ട് നിലനിർത്താൻ പറ്റുന്നുണ്ടല്ലേ? അപ്പോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.